സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ജയകൃഷ്ണൻ പന്തലായനി എഴുതിയ ഒരു ചെറുകഥയാണ്. കഥയുടെ പേര് പരോൾ. കഥയുടെ ഇങ്ങനെ ആരംഭിക്കുന്നു. ശ്രീദേവി വന്നിട്ടുണ്ട്. ഓള് മോനെ അന്വേഷിക്കുന്നുണ്ട്. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വന്നതിൽ പിന്നെ ഓള് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. ഞാനിപ്പോൾ വീട്ടിൽ പോയി ഓളെ കണ്ടുവരുന്ന വഴിയാണ്. അത്രയും പറഞ്ഞു അടുത്ത വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മ എൻ്റെ ഒരു മറുപടിയും കാത്ത് മുഖത്ത് തന്നെ നോക്കി നിന്നു. അതെ, അവളെ കാണണം. ഈ പ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. ശ്രീദേവി എൻ്റെ ആരായിരുന്നു? ഞാൻ പലവട്ടം എന്നോട് തന്നെ ചോദിച്ചിരുന്നു. ഒന്നിച്ചു പഠിക്കുന്ന കാലത്ത് തൻ്റെടിയായ പെണ്ണ്, ആരെയും കൂസാത്ത പ്രകൃതം, കണ്ടാൽ കണ്ണെടുക്കാൻ പറ്റാത്ത ജ്വലിക്കുന്ന സൗന്ദര്യം അവൾക്കുണ്ടായിരുന്നെങ്കിലും അവളോട് അടുക്കാൻ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. പക്ഷെ എന്നോട് അവൾ വളരെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എന്നേക്കാൾ പ്രായം കുറവായിരുന്നെങ്കിലും ഒരു അധികാര സ്വരത്തിലാണ് അവൾ സംസാരിക്കുക. പല കാര്യങ്ങളിലും ഉപദേശിക്കും, കർശനമായി നിർദ്ദേശങ്ങൾ തരും. അവൾക്കിഷ്ടമില്ലാത്ത ഷർട്ട് ഇട്ടു വന്നാൽ, അവൾക്കിഷ്ടമില്ലാത്ത ഒരു സിനിമ ടൗണിൽ ടഗീസിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ, അവൾക്കിഷ്ടമില്ലാത്ത മറ്റൊരു പെൺകുട്ടിയോടോ സ്ത്രീകളോടോ സംസാരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ ചുവക്കും, തുടുത്ത ചുണ്ടുകൾ വിറയ്ക്കും, നനുത്ത രോമങ്ങളുള്ള കവിളും നെറ്റിത്തടവും വിയർക്കും. പിന്നെ സമാധാനിപ്പിക്കാനും ദേഷ്യം മാറ്റി അവളോട് ഒന്ന് ഇണങ്ങാനും വളരെ പ്രയാസമായിരുന്നു. ഒരിക്കൽ ധൈര്യം സംഭരിച്ചു അവളോട് ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹമാണോ? അതല്ലേ നീ എൻ്റെ മേൽ ഇത്രയും അധികാരം കാണിക്കുന്നത്? അത് കേട്ടവൾ കുറെ നേരം എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. അന്ന് ആദ്യമായി തീക്ഷ്ണമായ ആ കണ്ണുകൾ നിറയുന്നത് കണ്ടു. പിന്നീട് അവൾ പറഞ്ഞതെല്ലാം ഒരു കൽപ്പന പുറപ്പെടുവിക്കും പോലെ ആയിരുന്നു. നീ എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്ത എന്ത് നീ ചെയ്താലും എനിക്ക് എന്നെ തന്നെ മറന്ന് ദേഷ്യം വരും. ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലായോ? അല്ല, മനസ്സിലായിരിക്കണം. അത്ര തന്നെ. വല്ലാത്തൊരു അധികാരസ്വരം അവളുടെ വാക്കുകൾക്കുണ്ടായിരുന്നു അപ്പോൾ. എന്നിട്ടും എന്താണ് നിനക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പറയാത്തത്? എൻ്റെ ആ ചോദ്യത്തിന് അവൾ പൊട്ടിത്തെറിച്ചാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇനി പ്രത്യേകം പറയണോ? അവളുടെ കണ്ണുകൾ ചുവന്നു. ഞാനൊരു ചിരിയിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ കത്തുന്ന സൗന്ദര്യം കണ്ടു പിറകെ നടന്ന എൻ്റെ നാട്ടിലെ പയ്യന്മാരോടൊക്കെ പിന്നീട് എപ്പോഴോ അവൾ തന്നെ പറയാൻ തുടങ്ങി, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നും സമയമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ. കാലം അതിൻ്റെ കാൽപ്പാടുകൾ വേനലായും മഴയായും മഞ്ഞായും അടയാളപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ നേരെ എൻ്റെ വീടിൻ്റെ വയൽവരമ്പത്ത് നിന്ന് കയറുന്ന കോവണി വരെ വന്നു എന്നെ വിളിച്ചു. കണ്ണുകൾ ചുവന്നിരുന്നു, കവിളും നെറ്റിത്തടവും വിയർത്തിരുന്നു. കാഴ്ചയിൽ അതിമനോഹരിയായിരുന്നു. അപ്പോഴവൾ ഒരു മുഖവരിയുമില്ലാതെ അവൾ പറഞ്ഞു തുടങ്ങി, അച്ഛൻ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുകയാ. എനിക്കിഷ്ടമല്ല ആളെ. നീ എന്നെ നിന്റെ ഈ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലുമോ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ഇപ്പോൾ പറ്റില്ലെന്ന് പറയാൻ വരണ്ട. ഞാൻ നിന്റെ കൂടെയേ ജീവിക്കുള്ളൂ. ഒറ്റ ശ്വാസത്തിൽ അവൾ അത്രയും പറഞ്ഞു തീർത്തു. എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തീജ്വാല എന്നിലേക്ക് പടരുന്നത് പോലെ എനിക്കപ്പോൾ തോന്നി. നീ എന്തെങ്കിലും പറഞ്ഞ് വീട്ടിലൊന്ന് പിടിച്ചു നിൽക്കൂ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയില്ലേ? ഒരു ജോലി കിട്ടാതെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് ഇപ്പോൾ പറ്റില്ല. പിന്നെ എങ്ങനെ? എൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കുവാൻ അവൾ അനുവദിച്ചില്ല. നീ ഈ പറഞ്ഞ വാക്കുകൾ എന്നെ രക്ഷിക്കാനല്ല, മറിച്ച് ശിക്ഷിക്കാനാണ്. ടൗണിൽ പോയി നീ ടാക്കീസിൽ നിന്ന് കാണുന്ന സിനിമകളിലെ കഥയല്ല ഒരു പെണ്ണിന്റെ യഥാർത്ഥ സ്നേഹം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ? അത്രയും പറഞ്ഞ് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട്
അവൾ കോവണിപ്പടികൾ ഇറങ്ങി വയൽ വരമ്പത്തൂടെ തിരിഞ്ഞു നോക്കാതെ നടന്നു. അവളുടെ വിവാഹം അമ്പലത്തിലും വീട്ടിലുമായി ഒരു ചെറിയ ചടങ്ങായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ ലക്ഷ്മിക്കുട്ടിയമ്മ വീട്ടിൽ വന്ന് പറയുന്നത് കേൾക്കാമായിരുന്നു. മോനെ, നിനക്കറിയോ, ശ്രീദേവിനെ കെട്ടിയോൻ അങ്ങേലെ കടവിലെ അക്കരെ നിന്നുള്ള വലിയ പൈസക്കാരനാണെങ്കിലും സ്വഭാവം മോശമാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. കുടിയും വലിയും അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ടത്രേ. എന്നാലും മോനെ, നീ ആ പെണ്ണിന് ഇങ്ങനെ മോഹം കൊടുക്കേണ്ടായിരുന്നു. അതിന്റെ കണ്ണീര് തോർന്നിട്ടില്ല. മോൾക്ക് ഒരാഴ്ചയെ സമയമുള്ളത്രേ. പറ്റെങ്കിലും മോൻ ഇന്ന് തന്നെ ചെല്ല്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പഴയ ഓർമ്മകളുടെ ചിലന്തി വലകൾ പൊട്ടിച്ചു മനസ്സ് പുറത്തു കടന്നത്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ ഭർത്താവ് ഒരു രാത്രിയിൽ കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേട്ടാണ് ആ നാട് ഉണർന്നത്. ആൾമറയില്ലാത്ത പറമ്പിലെ കൃഷിക്ക് വെള്ളമെടുക്കുന്ന കിണറിൽ അയാൾ കാൽ തെറ്റി വീണതാണ് എന്നാണ് ആ നാട്ടുകാരൊക്കെ കരുതിയത്. പക്ഷേ ടൗണിൽ നിന്നും പോലീസ് വന്നപ്പോൾ ശ്രീദേവി അകത്തുനിന്നും മുറ്റത്തേക്ക് വന്നു. അവൾ കരഞ്ഞിരുന്നില്ല. കണ്ണുകൾ ശാന്തമായിരുന്നു. കവിളിലും നെറ്റിയിലും വിയർപ്പ് പൊടിഞ്ഞിരുന്നില്ല. ആൾ കാൽ തെറ്റി വീണതല്ല, ഞാൻ കൊന്നതാണ്. അവളുടെ വാക്കുകൾ കേട്ട് അവളെ കൂടി നിന്നവർ നിശബ്ദരായി. സൂചി വീണാൽ ശബ്ദം കേൾക്കുന്ന നിശബ്ദത. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൾ പോലീസുകാരോടൊപ്പം ജീപ്പിലേക്ക് കയറാൻ നടന്നു തുടങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ പരോളിൽ വന്നതാണ് അവൾ. ആദ്യം വന്നപ്പോൾ കാണാൻ പോയിട്ടില്ല. അവൾ ഉമ്മറത്ത് കൊലയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൺതടങ്ങളിൽ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു. പഴയ അധികാരത്തിന്റെയും രോഷത്തിന്റെയും സ്വരമില്ലാതെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഈ പ്രാവശ്യമെങ്കിലും നീ വന്നല്ലോ, സന്തോഷമായി. എന്റെ വീട്ടുകാരോ നീയോ ഞാനന്ന് കരഞ്ഞു പറഞ്ഞിട്ടും എന്നെ രക്ഷിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ എന്നെ അങ്ങ് ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അതാണ് ഉണ്ടായത്. എന്റെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിന്നോട് മാത്രമായി ഞാൻ ഒരു സ്വകാര്യം പറയാം. അയാളെ കൊല്ലണമെന്ന് ആദ്യ രാത്രിയിൽ തന്നെ എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അന്ന് അയാൾ സ്വയം കാൽ തെറ്റി കിണറിൽ വീണതാണ്. അല്ലാതെ ഞാൻ അയാളെ കൊന്നിട്ടൊന്നുമില്ല. അത് പറയുമ്പോൾ അവളുടെ കൈകളിലൂടെ എന്നിലേക്ക് കടുത്ത തണുപ്പ് അരിച്ച് കയറുന്നത് പോലെ തോന്നി. നിനക്കിപ്പോ ജോലിയൊക്കെ കിട്ടി ടൗണിൽ താമസമാണെന്നൊക്കെ അറിഞ്ഞു. പൈങ്കിളി സിനിമകളൊക്കെ ഇപ്പോഴും കാണാറുണ്ടോ? പിന്നെ ടൗണിലാകുമ്പോൾ നിറയെ സുന്ദരിമാർ കാണുമല്ലേ? അത്രയും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ മുമ്പിൽ കുറേ നേരം മിണ്ടാതിരുന്ന ഞാൻ തിരിച്ചു നടന്നു. തിരിഞ്ഞു ഒരിക്കൽ കൂടെ അവളെ നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കഥ ഇവിടെ അവസാനിക്കുന്നു. ജയകൃഷ്ണൻ പന്തലായനി.